പാലൊളി പറഞ്ഞത് പച്ചക്കള്ളമാണ്. 1969 രൂപീകരിച്ച മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് വേണ്ടി വാദമുയർന്നത്. അതായത് 47-ലുണ്ടായ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദം ഉന്നയിച്ചത് മലപ്പുറത്തുകാരാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ച ധീരന്മാരായിട്ടുള്ള മലപ്പുറത്തെ രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇനി പാലോളിയെക്കുറിച്ച് നിങ്ങൾക്കറിയും. ആരാണ് ഈ പാലോളി? അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നേരെ പോയത് എവിടേക്കാണെന്നറിയോ? നേരെ പോയത് ഹൈദരാബാദിലേക്കാണ്. ഹൈദരാബാദിൽ റസാഖാൻ്റെ സൈന്യത്തിൽ ചേരുകയും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്ത പാരമ്പര്യം, അതായത് ഹൈദരാബാദ് നൈസാമിന് വേണ്ടി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത പാരമ്പര്യമാണ് പാലോളിക്കുള്ളത്. അദ്ദേഹമാണ് മലപ്പുറത്തുകാരെ പാകിസ്ഥാൻവാദികളാക്കുന്നത് എന്ന് ഓർക്കണം. മാത്രമല്ല, നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. 1946 സാദാ ലിയാഖത്ത് അലി ഖാൻ കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹത്തെ ചുവപ്പുമാലയിട്ട് സ്വീകരിച്ച് പാകിസ്ഥാൻ സിന്ദാബാദ്, ലിയാഖത്ത് അലി ഖാൻ സിന്ദാബാദ് എന്ന് വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് മലപ്പുറത്തുകാരെ പാകിസ്ഥാൻവാദികളാക്കുന്നത് എന്നോർക്കണം. പാലോളി പാവമാണ്, ഓർമ്മക്കുറവുണ്ട്, വലിയ ചന്ദനാദി നല്ലതാ.